നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാൻ പോലീസുകാർ നോക്കിക്കൊള്ളും. ഒരുത്തനും എവിടെയും ഇരുന്ന് യോഗം ചേരണ്ട. അങ്ങനെ യോഗം ചേരുന്ന ഗുണ്ടകളെ അവിടെ കയറി തൂക്കിയിരിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കട്ടായ മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാൻ അതിഗംഭീരമായി വൻ വിജയമായി മുന്നോട്ട് പോകുകയാണ്. ഇതിനിടയിൽ കല്ലുകടിയായിരുന്നു കെ സുധാകരൻ MP കൊച്ചിയിൽ ഗുണ്ടകളുമായി യോഗം ചേർന്നത്. ഓപ്പറേഷൻ തൂഫാന് ഗുണ്ടകൾ പിന്തുണ പ്രഖ്യാപിക്കണം എന്ന വക്കാലത്തുമായിട്ടായിരുന്നു സുധാകരൻ പോയത് എന്ന വലിയ വിമർശനം അന്ന് ഉയർന്നു വന്നിരുന്നു. ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിക്കും പിടിപ്പില്ലാത്തതുകൊണ്ടാണോ സുധാകരൻ ഗുണ്ടകളുടെ പിന്തുണ തേടാൻ പോയത് എന്ന വലിയ വിമർശനവും പരിഹാസവും ഉയർന്നു വന്നു. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാത്തിനും എല്ലാവർക്കും കൂടിയുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ അത് ആഭ്യന്തര വകുപ്പിന്റെ പദ്ധതിയാണ്, അത് പോലീസുകാർ നോക്കിക്കൊള്ളും, ഒരുത്തന്റെയും സഹായം അതിനാവശ്യമില്ല എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിരിക്കുന്നത്. പണ്ട് 10 വർഷക്കാലത്ത് ഗുണ്ടകൾക്ക് സ്വൈര്യവിഹാരമായിരുന്നല്ലോ. എവിടെ ഇരുന്ന് വേണമെങ്കിലും യോഗവും ചർച്ചയും ഒക്കെ ചേരാമായിരുന്നു. പോലീസുകാർ വരെ അങ്ങോട്ട് ചെന്ന് പിന്തുണ കൊടുക്കുമായിരിക്കും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വകുപ്പ് മാറി. ഭരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്നത്. അതിന്റെ വളയം രമേശ് ചെന്നിത്തലയുടെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരുത്തനും എവിടെയും ഇരുന്ന് കൂടുതൽ യോഗം ചേരണ്ട എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് സുധാകരന് കൂടിയുള്ള ഒരു കുത്താണ്. മേലാൽ ഇമ്മാതിരി പണിയുമായിട്ട് ഇറങ്ങിയേക്കരുത് എന്ന്. എൻ്റെ വകുപ്പ് ഭരിക്കാൻ എനിക്കറിയാം, വേറെ ആരും അതിൽ തലയിടണ്ട എന്ന് കൂടെ ഉള്ളവർക്ക് കൂടി മറുപടി കൊടുത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു പ്രഖ്യാപനം അത് പൊളിച്ചു. കാരണം എല്ലാവർക്കും കൂടി ഒരൊറ്റ വാക്കിൽ മറുപടി കൊടുത്തിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ദുരുപയോഗത്തിനെതിരെയായിരുന്നു ആഭ്യന്തരമന്ത്രി പൊട്ടിത്തെറിച്ചത്. എറണാകുളത്തെ യോഗത്തിനെതിരെ ആഭ്യന്തരമന്ത്രി കടുപ്പിച്ചാണ് വിമർശനം പറഞ്ഞത്. ഗുണ്ടകൾ ചേർന്നാണോ തൂഫാൻ യോഗം കൂടുന്നത് എന്ന് മന്ത്രി ചോദിച്ചു. പോലീസ് അറിയാതെ ഒരു യോഗവും ആരും ചേരണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ സുധാകരനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയതാകാമെന്നും അദ്ദേഹത്തെ പോലൊരാൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു യോഗത്തിന് പോകുമെന്ന് കരുതുന്നില്ല എന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ തൂഫാന് പിന്നാലെ അന്താരാഷ്ട്ര ലഹരി ലോബി കേരളത്തിൽ പത്തി താഴ്ത്തിയെന്നും ലഹരി മാഫിയക്കെതിരെ പോരാടാൻ ജനങ്ങൾക്ക് ധൈര്യം കിട്ടിയെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. 10 വർഷക്കാലത്തും ഇവിടെ ലഹരിക്കെതിരെ സർക്കാരിന്റെ നേതൃത്വത്തിൽ പല പദ്ധതികളൊക്കെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ എല്ലാം പാതി വഴിയിൽ ഇട്ടുപോകുന്ന ഒരു സമീപനമായിരുന്നു അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ കയ്യിലുണ്ടായിരുന്നത്. എന്തിനേറെ പോലീസുകാർ പോലും ഈ ഗുണ്ടകൾക്കും ലഹരി സംഘങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടു. എന്നാൽ അതിനെയെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനിലൂടെ അതിഗംഭീരമായ നീക്കങ്ങളാണ് പോലീസ് സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ അട്ടിമറിക്കാൻ പോലീസുകാരിൽ നിന്ന് വല്ല നീക്കവും ഉണ്ടായാൽ അവർ തൊപ്പിതെറിച്ച് വീട്ടിലിരിക്കും എന്നുള്ള മുന്നറിയിപ്പും രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട്. കാരണം മുൻപ് ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. രമേശ് ചെന്നിത്തല അതിനെയെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിൽ. അതുകൊണ്ട് പോലീസുകാർക്കും കർശന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അന്വേഷണത്തിൽ വെള്ളം ചേർക്കാനോ അട്ടിമറിക്കാനോ നിന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും മുഖം നോക്കാത്ത നടപടിയെടുക്കുമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ ഗുണ്ടകളുടെ തൂഫാൻ യോഗം സ്വകാര്യ പരിപാടിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS നേരത്തെ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ തൂഫാന് ഗുണ്ടകളുടെ സഹായം വേണ്ട എന്നും നിയമപരമായി മുന്നോട്ട് പോയി ലഹരി മാഫിയയെ നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ ഓപ്പറേഷൻ തൂഫാന്റെ പേരിൽ ക്രിമിനൽ കേസ് പ്രതികളെ ഉൾപ്പെടുത്തി കൊച്ചിയിൽ യോഗം വിളിച്ച സംഭവത്തിൽ വിശദീകരണവുമായിട്ട് സംഘാടകരും രംഗത്തെത്തി. കെ സുധാകരനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണെന്ന് യോഗത്തിന്റെ സംഘാടകൻ സുഹൈൽ ഷാജഹാൻ പറഞ്ഞത്. കൊച്ചിയിൽ സുധാകരൻ ഉണ്ടെന്നറിഞ്ഞായിരുന്നു 20 പേർ കാണാനായി അനുവാദം ചോദിച്ചത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് 100ഓളം പേരെത്തി. മുൻപ് ഗുണ്ടകളായിരുന്നു എന്ന് കരുതി ആരെയും മാറ്റി നിർത്തരുതെന്നും സുഹൈൽ ഷാജഹാൻ പറയുന്നു. AKG സെന്റർ ആക്രമണ കേസ് പ്രതിയാണ് സുഹൈൽ ഷാജഹാൻ. കള്ളത്തോക്ക് കേസിലെ പ്രതികളടക്കമായിരുന്നു അവിടെ കൊച്ചിയിൽ യോഗം ചേരാനെത്തിയത്. ഇത് വലിയ വിമർശനത്തിനും സർക്കാരിന് നേരെ പൊട്ടിത്തെറിക്കും കാരണമായിരുന്നു. കാരണം സുധാകരനെ പോലെ ഒരു നേതാവ് ഗുണ്ടകളുടെ നടുക്കിരുന്ന് ഒരു ചർച്ച നടത്തുന്നു, അതും സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിക്ക് പിന്തുണ തേടിക്കൊണ്ട്. ഇതാണ് വലിയ രീതിയിൽ വിമർശനത്തിനും വിവാദത്തിനുമൊക്കെ വഴിവെച്ചത്. തുടർന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ കൃത്യമായ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പോലീസ് നോക്കിക്കൊള്ളും, വേറെ ഒരുത്തന്റെയും സഹായം ആവശ്യമില്ല എന്ന് തന്നെയാണ്.
ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പദ്ധതിക്ക് കൂടുതലും പിന്തുണ നൽകുന്നത് അമ്മമാരാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ലഹരി കേസുകളിൽ കടുത്ത ശിക്ഷ നൽകുന്നതിനായി നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തൂഫാൻ പോലുള്ള പദ്ധതികൾ തുടരുമെന്നും ചെന്നിത്തല പറഞ്ഞു. 4500ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. 70 കോടിയിലധികം രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ചില വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതിലൂടെ NDPS ആക്ട് പ്രകാരം ശിക്ഷ കുറവാണ്. അതിൽ ഭേദഗതി വരുത്തേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുമെന്നും ചെന്നിത്തല ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഉറപ്പാണ് കേരളം കാത്തിരുന്നത്. മുൻപ് ഇരട്ട ചങ്കനായിരുന്നല്ലോ ഭരിച്ചിരുന്നത്. പക്ഷേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് ജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. വെറും പാഴ്വാക്കായിരുന്നു കിട്ടിയത്. പോലീസുകാർ പോലും പലപ്പോഴും ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട റെയ്ഡുകൾ അട്ടിമറിക്കുന്ന കാഴ്ച കഴിഞ്ഞ 10 വർഷക്കാലത്ത് നമ്മൾ കണ്ടതായിരുന്നു. പോലീസുകാർക്ക് കൈക്കൂലി ഗുണ്ടകളിൽ നിന്ന് കിട്ടുന്ന സമീപനവും നമ്മൾ കണ്ടു. ഗുണ്ടകളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന പോലീസുകാർ, ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാർ, ലൈംഗികാതിക്രമ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാർ, അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാർ, ഇങ്ങനെ പോലീസിൽ തന്നെ ഒരു കൂട്ടം ക്രിമിനലുകൾ ഉണ്ടായിരുന്നു. അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്ത് നിരന്തരം ഇവിടെ ആവശ്യം ഉയർന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ അന്നൊന്നും ഇരട്ടച്ചങ്കൻ ആ വിഷയത്തിൽ വലിയ ഒരു ശ്രദ്ധ ചെലുത്തിയില്ല. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാകുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുമ്പോൾ അതിൽ ജനങ്ങൾ ഒരു വിശ്വാസം കാണുന്നുണ്ട്. കാരണം അധികാര കസേരയിൽ കയറിയത് മുതൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് തുടങ്ങി വെച്ചിരുന്നു രമേശ് ചെന്നിത്തല. അതിന്റെ കൂടെ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പദ്ധതികൾ വലിയ വിജയകരമായി മുന്നോട്ട് പോകുന്നു. കാരണം കേരളത്തിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ് പോലീസുകാർ. ലഹരി സംഘങ്ങളെ എവിടെയൊക്കെ ഇട്ട് പൂട്ടാമോ അവിടെയൊക്കെ ഇട്ട് പൂട്ടുന്നുമുണ്ട്. എല്ലാ കൂട്ടരെയും പൊക്കിയെടുക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കടത്തിലെ ഉൾപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി സംഘങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ. കാരണം അവർക്ക് എവിടെയും ഒളിച്ചിരിക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ലഹരി സംഘങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം വിവരങ്ങൾ പോലീസിലേക്ക് എത്തുന്നുണ്ട്. മുൻപ് പോലീസുകാർക്ക് വിവരങ്ങൾ കൈമാറുന്നതിന് ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു ഭയം അവരിൽ ഇല്ല എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രി നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം. എന്നാൽ പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്ത് ആഭ്യന്തര വകുപ്പിന്റെ എല്ലാ കടിഞ്ഞാണും പിണറായി വിജയന്റെ കയ്യിലല്ല, ഒരു കൂട്ടം ശിങ്കിടികളുടെ കയ്യിലായിരുന്നു. ആ സമയത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങൾ നേരിടുന്ന ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ പിണറായി എവിടെയെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലേക്കും അതിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഓടിയെത്തുന്നുണ്ട് രമേശ് ചെന്നിത്തല. ഇങ്ങനെ ആയിരിക്കണം ഒരു മന്ത്രി എന്നാണ് ഇപ്പോൾ ജനങ്ങൾ കൈയടിച്ചുകൊണ്ട് പറയുന്നത്. ഇരട്ടച്ചങ്കൻ എന്ന് PR വർക്കിലൂടെ തള്ളിമറിച്ചതല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പിണറായി വിജയനെ കൊണ്ട് കഴിഞ്ഞില്ല. ഇതിനെല്ലാത്തിനും കൂടിയാണ് ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ച് നടപ്പാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു പിഴവുണ്ടായാൽ ജനങ്ങൾ തന്നെ ഇവരെ വലിച്ചു തോട്ടിലെറിയും. പക്ഷേ ചെന്നിത്തല ഏറ്റവും മികച്ച രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ ജനകീയ ബോധവൽക്കരണ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി വ്യാപനം ഉയരുന്നതിനിടെയാണ് പെരുമ്പാവൂരിൽ മന്ത്രി നേരിട്ടെത്തുന്നത്. പെരുമ്പാവൂർ ലഹരി സംഘങ്ങളുടെ കോട്ടയാണ്. അവിടെ ഒരു പൊളിച്ചെഴുത്തിനോ ശുദ്ധീകരണത്തിനോ പിണറായി വിജയന്റെ കാലത്ത് കഴിഞ്ഞിരുന്നോ? അവിടെ പോലീസുകാർ പിണറായി വിജയന്റെ കാലത്ത് കയറില്ലായിരുന്നു. കാരണം ലഹരി സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിലപാടായിരുന്നു പോലീസുകാർ അന്ന് സ്വീകരിച്ചത്. എന്നാൽ പോലീസുകാർക്ക് ഇപ്പോൾ അതിന് കഴിയില്ല. കാരണം എന്തെങ്കിലും ഒരു രീതിയിൽ ലഹരി സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ പോലീസുകാരിൽ ആരെങ്കിലും തുനിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. ആ ഭയം ഇപ്പോൾ പോലീസുകാരിലുണ്ട്. പെരുമ്പാവൂരിനെ ലഹരി മുക്തമാക്കാനുള്ള പ്രത്യേക പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും ലഹരി ഉപയോഗം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെ തുടർന്നാണ് പ്രത്യേക പരിപാടി നടത്താൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. ലഹരിക്കെതിരെ ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായിട്ടാണ് തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് തുടക്കമായത്. ആസാമിലെ മില്ലുകൾ പൂട്ടിയപ്പോൾ ജീവിതം പ്രതിസന്ധിയിലായ മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് മികച്ച ശമ്പളവും സൗകര്യങ്ങളും നൽകി സ്വന്തം പോലെ സ്വീകരിച്ച നാടാണ് പെരുമ്പാവൂരെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
കഠിനാധ്വാനം കൊണ്ട് അവർ ഈ മണ്ണിനെ ഒരു മിനി ഇന്ത്യയാക്കി മാറ്റി. എന്നാൽ വിയർപ്പൊഴുക്കി ജീവിക്കുന്ന ഈ മനുഷ്യരെ മറയാക്കി ലഹരി മാഫിയകൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത് സർക്കാർ ഗൗരവത്തോടെ കാണുമെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ തൂഫാൻ ജാഗരണിലൂടെ ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റായി സംസ്ഥാനത്ത് വീശിയടിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്താകെ നടത്തിയ പരിശോധനകളിൽ പിടികൂടിയത് 30 കോടി രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കളാണ്. 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായത് 5736 പേർ. 3706.743 ഗ്രാം MDMA, 392 കിലോ കഞ്ചാവ്, 3776.039 ഗ്രാം ഹാഷിഷ് ഓയിൽ, 4.85 ഗ്രാം ഹാഷിഷ്, 657.219 ഗ്രാം ബ്രൗൺ ഷുഗർ, 12.6709 ഗ്രാം മെത്താഫെറ്റാമിൻ, 31.23 ഗ്രാം ഹെറോയിൻ, 428 കഞ്ചാവ് ചെടികൾ, 11 LSD സ്റ്റാമ്പുകൾ, 56 ഗ്രാം നൈട്രോസെപ്പാം, 25.23 ഗ്രാം ഒപ്പിയം, 1.6 ഗ്രാം ചരസ്, 3294 കഞ്ചാവ് ബീഡികൾ തുടങ്ങി മാരക ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഈ കൊടുങ്കാറ്റ് വരും മാസങ്ങളിൽ കൂടുതൽ ശക്തമായി തുടരുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ഇതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയുണ്ട്. ജൂൺ 24-ന് എറണാകുളത്ത് നടത്തിയ 18 കോടി രൂപ വിലമതിക്കുന്ന 18 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. ഡൽഹി, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും നൈജീരിയൻ സ്വദേശികളായ രാജ്യാന്തര ലഹരി വിതരണക്കാരെ അറസ്റ്റ് ചെയ്തത്. 26 ലക്ഷം രൂപ വിലമതിക്കുന്ന മലപ്പുറത്തെ MDMA വേട്ട. കാസർകോട്ടെ പുകയില നിർമ്മാണ കേന്ദ്രം തകർത്തത്, 15,000 പാക്കറ്റ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളാണ്. ജൂൺ 27-ന് രാത്രി നടത്തിയ തൂഫാൻ സ്ട്രൈക്ക് എന്ന സ്പെഷ്യൽ ഡ്രൈവിലൂടെ മാത്രം 799 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 806 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ ശക്തമായ നിരീക്ഷണങ്ങളും പരിശോധനയും ഉൾപ്പെടുത്തിയതോടെ ലഹരി വിൽപ്പനയും വിപണനവും ഗണ്യമായി കുറഞ്ഞുവെന്നും പോലീസ് അറിയിച്ചു. ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്താനും വ്യാപനം ഫലപ്രദമായി തടയാനും കേന്ദ്ര ഏജൻസികളുടെ യോഗം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ടീൻറ്റ് എന്ന പ്രത്യേക യൂണിറ്റ് രൂപീകരിക്കാനും ഡ്രോൺ സൈബർ നിരീക്ഷണങ്ങൾ ശക്തമാക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനോടകം 6005 ബോധവൽക്കരണ ക്ലാസുകളും 279 കൗൺസിലിംഗുകളും പോലീസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 15 പേരെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്കൂൾ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികളും നടത്തിവരികയാണ്. ഓപ്പറേഷൻ തൂഫാൻ ഒരു മാസം പിന്നിട്ടപ്പോൾ ഇടുക്കി ജില്ലയിൽ നടന്നത് സമാനതകളില്ലാത്ത ലഹരി വേട്ടയാണ്. കഴിഞ്ഞ 2-ന് തുടങ്ങിയ ഓപ്പറേഷനിൽ ജില്ലയിലെ 5 പോലീസ് സബ് ഡിവിഷനുകളിലായി 6000-ഓളം പേരെ ഇതുവരെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ആകെ 256 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ലഹരി വസ്തുക്കളുമായി 279 പേരെ അറസ്റ്റ് ചെയ്തു. 13.667 കിലോഗ്രാം കഞ്ചാവ്, 10.62 ഗ്രാം MDMA, 8 ഗ്രാം ഹാഷിഷ് ഓയിൽ, 10 കഞ്ചാവ് ചെടികൾ എന്നിവ പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. ലഹരി വസ്തുക്കളുമായി പിടികൂടിയവരിൽ കൂടുതലും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. കഞ്ചാവ് കൂടാതെ MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും ജില്ലയിൽ വ്യാപകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ 27-ന് ശാന്തിഗ്രാമിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA-യുമായി യുവാവിനെ തങ്കമണി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏതാനും ദിവസം മുൻപ് ക്യാൻസർ രോഗികൾക്കുള്ള ഗുളികകളും കഞ്ചാവുമായി നെടുങ്കണ്ടം പോലീസ് 3 യുവാക്കളെയും അറസ്റ്റ് ചെയ്തിരുന്നു. 20,000-ലധികം രൂപ വിലയുള്ള ക്യാൻസർ മരുന്നുകൾ ലഹരിക്കായാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് വിവരം. കീമോതെറാപ്പിക്ക് ശേഷം വേദന സംഹാരിയായി നൽകാറുള്ള ടാപെൻഡഡോൾ ടാബ്ലറ്റ് ആണ് യുവാക്കളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി ഉപയോഗം, വിൽപ്പന എന്നിവ സംബന്ധിച്ച് പോലീസിന് വിവരങ്ങൾ നൽകുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ജില്ലാ തൂഫാൻ കൺട്രോൾ റൂം നമ്പറായ 9497932508 ഇത് സംബന്ധിച്ച് ജനങ്ങൾക്ക് വിവരമറിയിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്: 9497932508 എന്ന നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ നൽകാം. സന്ദേശം അറിയിക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി.
ഓപ്പറേഷൻ തൂഫാൻ ആ ഒരു കർമ്മ പദ്ധതിയിൽ ജനങ്ങളെ മാത്രമല്ല സ്കൂളുകളെയും സംഘടനകളെയും എല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ലഹരി സംഘങ്ങളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നുണ്ട്. ഈ പദ്ധതി ഇതുപോലെ തന്നെ മുൻപോട്ട് പോകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർ ആഭ്യന്തര വകുപ്പിനോട് അഭ്യർത്ഥിക്കുന്നതും ഇത് തന്നെയാണ്. കാരണം ലഹരി ഉപയോഗം കൊണ്ട് കേരളം പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. വീടുകളിൽ അമ്മമാരും മാതാപിതാക്കളും ഒക്കെ അനുഭവിക്കുന്നത് വലിയ ദുരിതങ്ങളായിരുന്നു. അതിനൊക്കെ അറുതി വരുത്താൻ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പദ്ധതികൾക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.